ഒരാൾ ഫേക്ക് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇറക്കിണ്ടാക്കുന്നത് അതുകൊണ്ട് ചെറിയ വിഷയം ഉണ്ടായി. പക്ഷേ എന്തല്ല ആളുദ്ദേശിച്ച് പറഞ്ഞ ഇങ്ങളെയാണ്. അതെ, ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. ആ റെക്കോർഡ് കണ്ടോക്ക്. ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ചങ്ങായ ഇനി ഈകളല്ല, അന്റെ മറ്റേ കൂകള് വന്നാലും ഇവിടെ വളക്കില്ല. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കളിക്കുന്ന ഈകള് ഗൂഗിൾ ആരാന്റെ പേര് വെച്ചിട്ടില്ല. സ്വന്തം വാപ്പെട്ട നെയിമില് ഷാജഹാൻ എന്നുള്ള നെയിമിലാണ് നാറി. ശശിയെ എന്നാണ് ഈ പറയുന്നത്? നാളെ കൊപ്പത്തിന്റെ മണ്ണിലേക്ക് പോത്തും കുട്ടികളും വരികയാണ്. സ്വന്തം വാപ്പെട്ട നെയിമില് ഷാജഹാൻ എന്നുള്ള നെയിമിലാണ് നാറി. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. സ്വന്തം പേരില് ബലസണം, അവനാണ് ആൺകുട്ടി. അല്ലാതെ കുറെ ഈകള് ഓനെ ഞാൻ പറയുമ്പോഴേ ഈകള് എന്നുള്ള പേര് ഓന് കാക്കച്ചി നിട്ടാണ്. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. നമ്മളെ വള്ളി പൊടിച്ച ഈകളല്ല ഏത് വാപ്പേടി നമ്മൾ ചോദിക്കും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. മറ്റേ എന്ത് ഗ്യാങ്ങിന്റെ പേരെന്താ? PSG. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഞാനിപ്പോ നാളെ നിനക്ക് ഒരു പട്ടി മൈൻഡ് പോലും ഞാൻ തരാതിരുന്ന ഞാൻ എന്റെ ലൈവ് കാണുന്ന ഓഡിയൻസ് അവിടെ വരുന്നത് നിൽക്കും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായോ? അൺടിൽ നീ ഏതെങ്കിലും ഒരുത്തന്റെ സാമാനത്തിൽ പോയി വെറുതെ ഇങ്ങനെ ചൊറിയുന്നത് വരെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അപ്പൊ അവരുടെ ആൾക്കാർ വരും. ഇതായിരിക്കും സംഭവിക്കാൻ പോണത്. ഇതല്ല മച്ചാനെ സോഷ്യൽ മീഡിയ മെക്കാനിസം. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. പോസിറ്റീവ് എക്സ്പോഷറും നെഗറ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് തിരിച്ചറിയാനുള്ളൊരു ബോധം വരണം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. അത് തിരിച്ചറിയാനുള്ള ബോധം വന്നതിന് ശേഷമേ ബ്രോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ എനിക്കിതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.